വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ് 9 മാസം പിന്നിട്ടിട്ടും പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നില്ലെന്ന് ഹർജിയിൽ പറയുന്നു. വഖഫ് സംരക്ഷണ വേദിയാണ് ഹർജി നൽകിയത്. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എന്തൊക്കെയാണ് ഹർജിയിൽ? നേരത്തെ തന്നെ 14/12/2024 നിലവിലുള്ള വഖഫ് ബോർഡിന്റെ കാലാവധി അവസാനിച്ചിരുന്നു. അന്ന് മറ്റൊരു കേസിന്റെ വാദത്തിനിടെ ഈ വഖഫ് ബോർഡിന്റെ കാലാവധി അവസാനിച്ച കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് പിന്നീട് 4 മാസം കൂടി നിലവിലുള്ള ബോർഡിന് തുടരാൻ ഹൈക്കോടതി ഒരു അനുവാദം നൽകിയത്. അതിനകം മറ്റു തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി പുതിയ വഖഫ് ബോർഡ് നിലവിൽ വരും. അതിനുള്ള ശ്രമങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളും ഒക്കെ പുരോഗമിക്കുകയാണ് എന്നാണ് സംസ്ഥാന സർക്കാർ അന്ന് ഹൈക്കോടതി അറിയിച്ചത്. അതനുസരിച്ച് 4 മാസം കൂടി തുടരാൻ ഹൈക്കോടതി അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോഴെന്തായാലും സെപ്റ്റംബർ മാസം അവസാനിക്കാനായി 10ാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ്. ഈ 4 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു 6 മാസം കൂടി സമയം കഴിഞ്ഞിട്ട് പോലും പുതിയ ബോർഡിനെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് നിലവിലുള്ള ബോർഡിനെ അയോഗ്യമാക്കണമെന്നല്ലെങ്കിൽ ബോർഡ് പിരിച്ചുവിടണമെന്നതുൾപ്പെടെയുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരിക്കുന്നത്. കേരള വഖഫ് സംരക്ഷണ വേദിയും അതിന്റെ ഭാരവാഹിയായ സലാം ഉൾപ്പെടെയുള്ള ആളുകളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസ് 6-ാം തീയതി പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. അന്ന് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കൂടി വിഷയത്തിൽ ശ്രദ്ധേയമാകും. ധന്യ. ശരി മുസ്തഫ.